വിവാദങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ജി സുധാകരനെ പങ്കെടുപ്പിച്ചുള്ള CPIM പരിപാടി ഇന്ന് കുട്ടനാട്ടിൽ നടക്കും. KSKTUവിൻ്റെ VS അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ജി സുധാകരൻ എത്തുമെന്നാണ് പ്രതീക്ഷ. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിണക്കങ്ങളൊക്കെ വലിയ നേതാക്കന്മാർ CS സുജാതയെ പോലെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ജി സുധാകരന് കുറച്ചുകൂടി പരിഗണന പാർട്ടി നൽകേണ്ടതാണ്. ഇത്രയും ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു മന്ത്രി എത്ര പേരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണം. പറയൂ. തീർച്ചയായും ജി സുധാകരന് വേണ്ടിയുള്ള പോർവിളികൾ പല ഘട്ടങ്ങളിൽ നിന്ന് ഉയർന്നതാണ്. പാർട്ടിക്ക് സമ്മർദ്ദം വന്നാണ് ജി സുധാകരനെ പരിഗണിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അതിനൊന്നും പാർട്ടി ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ജി സുധാകരൻ സ്വന്തം വഴിക്ക് പോകട്ടെ എന്നുള്ള നിലപാടായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അതിൽ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനുശേഷമാണ് CS സുജാത, കേന്ദ്ര കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവർ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഒരു അനുനയ ശ്രമം നടത്തിയത്. ആ അനുനയ ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണമില്ല എന്നുള്ളതായിരുന്നു ജി സുധാകരൻ്റെ പ്രധാനപ്പെട്ട പരാതികളിൽ ഒന്ന്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഔദ്യോഗികം ക്ഷണിച്ചുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പരിപാടിയായി ഇന്ന് കുട്ടനാട്ടിൽ നടക്കുന്ന ഒരു പുരസ്കാരദാന ചടങ്ങ് മാറുകയാണ്. CPIMൻ്റെ പോഷക സംഘടനയായ KSKTUവിൻ്റെ തൊഴിലാളി മാസിക, ആ മാസിക നൽകുന്ന VS അച്യുതാനന്ദൻ സ്മാരക പുരസ്കാരദാനത്തിലേക്കാണ് ജി സുധാകരന് പാർട്ടി ഔദ്യോഗികമായി ക്ഷണം നൽകിയത്. പക്ഷേ ഇപ്പോഴും അതിൽ നിൽക്കുന്ന ഒരു കൗതുകം ജി സുധാകരൻ അതിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിന് 2 പരിപാടികളാണുള്ളത്. ഒന്ന് കൊല്ലത്താണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ഒരു നാടക സമിതിയുടെ പരിപാടിയിൽ അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. അതുകൂടാതെയാണ് പാർട്ടി വിളിച്ചിരിക്കുന്ന ഈ പരിപാടിയിലുമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വരുമോ എന്നുള്ളൊരു കൗതുകം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നലെ മുരളീധരൻ്റെ കോൺഗ്രസ് പരിപാടിയിലേക്ക് മുരളീധരൻ എത്തുമോ എന്നുള്ളതൊക്കെ വലിയ കൗതുകത്തോടെ എന്നൊക്കെ രാഷ്ട്രീയ കേരളം നോക്കിക്കണ്ടതാണ്. ഏറെ വൈകിയാണ് അദ്ദേഹം എത്തിയത്. ഒരുപക്ഷെ ഇന്നും വൈകുന്നേരം നടക്കുന്ന ചടങ്ങിലേക്ക് ഇന്നലത്തേതിന് സമാനമായ രീതിയിലൊരു കൗതുകം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അതൃപ്തികൾ അദ്ദേഹത്തിന് അല്പം മാറിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഔദ്യോഗികമായി പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് വരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.